Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. എന്താണ് ബാക്കി ആരില്ലേ ക്ലാസ്സില്? ഒരു വിഷയ്ക്ക് ആവാം. Good morning, ma'am. മിസ്സിന് അതൊരു പോസിറ്റീവ് എനർജി ആണ്. നിങ്ങൾക്കും മിസ്സിനും ഒരു പോസിറ്റീവ് എനർജി ആണത്. Good morning, miss. ഓക്കെ. നമ്മൾ സ്കൂളിലാണെങ്കിലും എങ്ങനെയാണ്, സ്കൂളിൽ അല്ലെങ്കിൽ കോളേജുകളിലൊക്കെ എങ്ങനെയാണ്, ഒരു ഓൺലൈൻ ആയത് കാരണമാണ് നമ്മൾ ക്ലാസ് ടീച്ചർ വരുമ്പോ തന്നെ ഒന്ന് എണീച്ചെന്നൊന്ന് വിഷ് ചെയ്യും അല്ലെ? അതൊരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. ഓക്കെ, പറഞ്ഞോന്നുള്ളൂ. ന്യൂസ് എടുത്തതൊക്കെ നോക്കിയോ എല്ലാവരും? ഓക്കെ ആണോ? സിമ്പിൾ ആണ് അല്ലെ? ഈ ഭാഗങ്ങളൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലെ? നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അല്ലെ? ബാക്കി എടുക്കാം നമുക്ക്. ഇവിടെ വരെയല്ലേ നമ്മൾ പറഞ്ഞിരുന്നത് വാട്ട്സ് ഇൻക്ലൂഡഡ് ഓൺ എ പർച്ചേസ് ഓർഡർ അല്ലെ? പർച്ചേസ് ഓർഡറിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, ഉൾപ്പെടുത്തേണ്ടത് അല്ലെ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്, ഇത്രയും ഭാഗം ഓക്കെ അല്ലേ എല്ലാവർക്കും? നെക്സ്റ്റ് എടുക്കാലോ. ഓക്കെ. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് പർച്ചേസ് ഓർഡർ. എത്ര തരത്തിലുള്ള പർച്ചേസ് ഓർഡർ ഉണ്ട്? പർച്ചേസ് ഓർഡറിന്റെ വിവിധ തരങ്ങൾ അല്ലെ? ടു മാനേജ് ട്രാൻസാക്ഷൻ യു മൈറ്റ് യൂസ് വൺ ഓഫ് ദി ഫോളോയിങ് 4 ടൈപ്സ് ഓഫ് പർച്ചേസ് ഓർഡർ. എ കീ പാർട്ട് ഓഫ് സെറ്റിംഗ്സ് ഓഫ് യുവർ ബിസിനസ് അല്ലെ? നമ്മുടെ ഇടപാടുകൾ, ഒരു ബിസിനസിന്റെ ഇടപാടുകൾ നിയന്ത്രിക്കുന്നതിന് എന്താണ് നമുക്ക് താഴെ പറയുന്ന 4 തരത്തിലുള്ള പർച്ചേസ് ഓർഡറുകളാണ് ഉപയോഗിക്കുന്നത്. എന്താണ് നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ അല്ലെ? ട്രാൻസാക്ഷൻസ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മൾ താഴെ പറയുന്ന 4 തരത്തിലുള്ള പർച്ചേസ് ഓർഡേഴ്സുകളാണ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് വരുന്നത് സ്റ്റാൻഡേർഡ് പർച്ചേസ് ഓർഡർ. അതായത് നോർമൽ രീതിയിലുള്ള നമുക്ക് 1 ടൈം പർച്ചേസ് എടുത്തില്ലേ, ഒറ്റത്തവണ പർച്ചേസ് നടത്തില്ലേ, അതിനുപയോഗിക്കുന്ന ഒരു പർച്ചേസ് ഓർഡർ ആണ് സ്റ്റാൻഡേർഡ് പർച്ചേസ് ഓർഡർ അല്ലെ? ഇത് മോസ്റ്റ് കോമൺ ചോയ്സ് ആണ്. നമ്മൾ ഭൂരിഭാഗം ആളുകളും യൂസ് ചെയ്യുന്ന ഒരു ഓർഡർ ആണ് സ്റ്റാൻഡേർഡ് പർച്ചേസ് ഓർഡർ. These order are the most common choice അല്ലെ? ഇത് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു ചോയ്സ് ആണ്, ഉപയോഗിക്കുന്ന ഒരു ഓർഡർ ആണ്. സ്പെസിഫൈങ് ദ ബേസിക് ഇൻഫർമേഷൻ ഡീറ്റെയിൽഡ് അബൌട്ട് അല്ലെ? നമ്മൾ മുകളിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ പർച്ചേസ് ഓർഡറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് അല്ലെ? പ്രോഡക്റ്റ് നമ്പർ ഉണ്ടായിരിക്കണം, ഐറ്റം ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കണം, പ്രൈസ് ഉണ്ടായിരിക്കണം, സെല്ലറിന്റെ ബയറിന്റെ അഡ്രസ് ഉണ്ടായിരിക്കണം അല്ലെ? ഐറ്റം ടൈപ്പ് ഉണ്ടായിരിക്കണം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തണം. നമ്മ സ്റ്റാൻഡേർഡ് പർച്ചേസ് ഓർഡറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് പ്ലാനഡ് പർച്ചേസ് ഓർഡർ അല്ലെ? നമ്മ എന്താണ് പ്ലാനഡ്? ആ ഒരു പേരിൽ തന്നെ ഉണ്ട്, പ്ലാൻ ചെയ്യാണ് അല്ലെ?
ഒരു പർച്ചേസിന് വേണ്ട ഓർഡർ നമ്മൾ നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അത് സെല്ലേഴ്സിനെ അറിയിക്കുന്നതാണ് planned purchase order. A planned purchase order places a request for items in advance. എന്താണ് നമ്മൾ മുൻകൂട്ടി എന്താണ് സെല്ലേഴ്സിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസിന്റെ റിക്വസ്റ്റ് അഭ്യർത്ഥന നൽകുന്നതിനെയാണ് പ്ലാനഡ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു മാസം കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം, കുറച്ച് ഐറ്റംസ് വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മുൻകൂട്ടി അത് സെല്ലേഴ്സിന് നമ്മൾ വാങ്ങാൻ പോകുന്ന സപ്ലയേഴ്സിന് വിവരം അറിയിക്കുന്നു. അതാണ് പ്ലാനഡ് പർച്ചേസ് ഓർഡർ. യു മേ യൂസ് ആൻ എസ്റ്റിമേറ്റഡ്. നമ്മൾ ജസ്റ്റ് പറയുന്നുണ്ടാവുള്ളൂ നമുക്ക് എന്താണ് ഇന്നൊരു പ്രോഡക്റ്റ് ഇന്ന സമയത്തേക്ക് ആവശ്യമായിട്ട് വരും, അത് അഡ്വാൻസ് ആയിട്ട് അവർക്ക് അഭ്യർത്ഥന അയക്കുന്നത്. അപ്പൊ നമ്മുടെ ആ ഒരു സമയം ആവുമ്പോഴേക്കും നെക്സ്റ്റ് നോക്കിയേ, യു മേ യൂസ് എൻ എസ്റ്റിമേറ്റഡ് ക്വാണ്ടിറ്റി ആൻഡ് ദ റേഞ്ച് ഓഫ് ഡെലിവറി ഡേറ്റ്സ് for a planned purchase order, exchanging more details information closer to the delivery date. അല്ലെ, നമ്മൾ ആ ഒരു ഡെലിവറി ഡേറ്റിന്റെ സമയമാകുമ്പോഴേക്കും അല്ലെ, ആ ഒരു ഡേറ്റ് ആവുമ്പോഴായിരിക്കും നമ്മൾ അതിന്റെ കാര്യങ്ങൾ പറയും. നമുക്ക് എസ്റ്റിമേറ്റ് ഏകദേശം എത്ര ക്വാണ്ടിറ്റി സാധനം ആവശ്യമായിട്ട് വരും, അതിന്റെ ഡെലിവറി ഡേറ്റ് എന്നായിരിക്കണം എന്നുള്ള കൂടുതൽ വിവരങ്ങൾ പറയുന്നത് ആ ഒരു ഡെലിവറി ഡേറ്റിനോട് അനുബന്ധിച്ചായിരിക്കും. ഓക്കെയാണോ? നമ്മൾ സ്റ്റാൻഡേർഡ് പർച്ചേസ് ഓർഡർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പർച്ചേസിന് റിക്വസിഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോഴേക്ക് നമുക്ക് എന്ത് കിട്ടണം? ആ ഒരു ഓർഡർ അവർ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെ. അപ്പൊ നമ്മൾ എന്താണ് ആ ഒരു സ്റ്റാൻഡേർഡ് പർച്ചേസിംഗ് ഓർഡർ അവർക്ക് കൊടുക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് നമ്മൾ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. ആ ഒരു പർച്ചേസിംഗ് ഓർഡറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. പക്ഷെ ഇതെങ്ങനെയാണ്? പ്ലാനഡ് പർച്ചേസിംഗ് ഓർഡറിൽ നമ്മൾ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? മുൻകൂട്ടിയാണ് അവർക്ക് റിക്വസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഡെലിവറി ഡേറ്റ് ആവുമ്പോഴേക്കുമായിരിക്കും നമ്മൾ എന്ത് പറയുന്നത്? നമുക്ക് ഇത്ര ക്വാണ്ടിറ്റി ആണ് വേണ്ടത്, അല്ലെങ്കിൽ ഇത്ര ഡേറ്റിനായിരിക്കും നമുക്ക് തരേണ്ടത് എന്നുള്ള വിവരങ്ങൾ നമ്മൾ അവരെടുത്ത് പറയുന്നത്. ഓക്കെ ആയോ? വ്യത്യാസം മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ. നെക്സ്റ്റ് ഇനിയുണ്ട്, if you purchase a large number of items routinely, planned purchase order will help vendors plan accordingly so they can meet your needs. നമ്മ ആ ഒരു സപ്ലയേഴ്സിന്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ ആ ഒരു വെൻഡേഴ്സിന്റെ അടുത്തുനിന്ന് സാധാരണ ഐറ്റംസ് റുട്ടീൻ ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അല്ലെ, ഇപ്പൊ നമുക്കറിയാം നമ്മൾ ചില സെല്ലേഴ്സിന്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ ചില വെൻഡേഴ്സിന്റെ അടുത്തുനിന്ന് ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ഭൂരിഭാഗം അവരിൽ നിന്ന് തന്നെയായിരിക്കും അല്ലെ ബിസിനസ് നടത്തുന്നത്, പർച്ചേസ് നടത്തുന്നത്. അവര് ട്രസ്റ്റ് വർത്തി സപ്ലയേഴ്സ് ആണ്, പറഞ്ഞ ഡേറ്റിന് കൊടുക്കുന്നുണ്ട്. അവരെ ഐറ്റംസ് ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ ഇല്ലേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അവരിൽ നിന്ന് തന്നെയല്ലേ പർച്ചേസിങ് നടത്താം. അപ്പൊ എന്താണ് നമ്മ ആ ഒരു പതിവായി അല്ലെ സ്ഥിരം ആ ഒരിൽ നിന്ന് തന്നെയാണ്, ആ ഒരു വെൻഡേഴ്സിൽ നിന്ന് തന്നെയാണ് നമ്മ പർച്ചേസിങ് നടത്തുന്നതെങ്കിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്? ഇതനുസരിച്ച് ആ ഒരു വെൻഡേഴ്സിന് അല്ലെങ്കിൽ ആ ഒരു സപ്ലയേഴ്സിന് പ്ലാൻ ചെയ്യാനായി സാധിക്കുന്നു. നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ട് ആ ഒരു വെൻഡേഴ്സിന് പ്ലാൻ ചെയ്യാനായി സാധിക്കുന്നു ഇല്ലേ. നമ്മ ഒരാളുടെ അടുത്തുനിന്ന് സ്ഥിരമായി സാധനം വാങ്ങിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റുമല്ലോ ഈ കസ്റ്റമേഴ്സ് ഏകദേശം ഇത്ര പൈസയുടെ സാധനം വാങ്ങാൻ സാധ്യതയുള്ളൂ അല്ലെ, അവർ ഇത്ര ക്വാണ്ടിറ്റിയിൽ വാങ്ങുന്നൊക്കെ അവർക്ക് തന്നെ ഒരു നിഗമനം ഉണ്ടാവുമല്ലോ, ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കും അല്ലെ. ആണോ? സ്ഥിരം കസ്റ്റമേഴ്സ് ആവുമ്പോൾ അപ്പൊ നമ്മ എന്താണ്, നിങ്ങൾ പതിവായി ധാരാളം ഐറ്റംസ് ആ ഒരു സപ്ലയേഴ്സിൽ നിന്ന് തന്നെ വാങ്ങുകയാണെങ്കിൽ ഈ ഓർഡർ അല്ലെ കച്ചവടക്കാരിൽ ഒരു പ്ലാനഡ് പർച്ചേസ് ഓർഡർ ആ ഒരു വെൻഡേഴ്സിനെ സംബന്ധിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായി അവർക്ക് സ്വയം തന്നെ പ്ലാൻ ചെയ്യാനായി സഹായിക്കുന്നു. ക്ലിയർ ആണോ? Next,
ബ്ലാങ്കറ്റ് പർച്ചേസ് ഓർഡർ. നെക്സ്റ്റ് മൂന്നാമത്തെ ടൈപ്പ് പറയുന്നത് ബ്ലാങ്കറ്റ് പർച്ചേസ് ഓർഡർ അല്ലെ. എ ബ്ലാങ്കറ്റ് പർച്ചേസ് ഓർഡർ ഇൻഡിക്കേറ്റ്സ് എ കമ്മിറ്റ്മെന്റ് ടു ബൈ എ നമ്പർ ഓഫ് ഐറ്റംസ് അപ് ടു എ പെർട്ടിക്കുലർ വാല്യൂ. അതെന്താ ഒരു നിശ്ചിത ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉള്ള ഐറ്റംസ് മാത്രം നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ബ്ലാങ്കറ്റ് പർച്ചേസ് ഓർഡർ. ചിലപ്പോൾ നമ്മൾ എന്താണ് ഒരു പെർട്ടിക്കുലർ ഐറ്റംസ് മാത്രമായിരിക്കും അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സർവീസ് മാത്രമായിരിക്കും നമ്മൾ ആ ഒരു സെല്ലേഴ്സിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പർച്ചേസിങ് ഓർഡറിനെയാണ് ബ്ലാങ്കറ്റ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. ചിലപ്പോ അവരിൽ നിന്ന് നമ്മൾ എന്താണ് 1,00,000 രൂപ വരെയുള്ള സാധനങ്ങൾ മാത്രമായിരിക്കും പർച്ചേസ് ചെയ്യുന്നത്. അതിൽ കൂടുതൽ രൂപയ്ക്ക് അവരിൽ നിന്ന് പർച്ചേസ് ചെയ്യാറില്ല. അപ്പൊ അതായത് എന്താണ് ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ട് അല്ലെ. എപ്പോഴും നമ്മൾ ആ ഒരു വാല്യൂ കീപ്പ് ചെയ്യുകയാണെങ്കിൽ അതാണ് എന്ത് ബ്ലാങ്കറ്റ് പർച്ചേസ് ഓർഡർ. അതായത് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു സപ്ലയേഴ്സിൽ നിന്ന് ആ ഒരു വെൻഡേഴ്സിൽ നിന്ന് പർട്ടിക്കുലർ ഐറ്റംസ് അല്ലെങ്കിൽ പർട്ടിക്കുലർ സർവീസുകൾ മാത്രം പർച്ചേസ് ചെയ്യുന്നുള്ളൂ എങ്കിൽ അതിനെയാണ് ബ്ലാങ്കറ്റ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെയോ? Next, buyer guarantee that they will spend a set amount with the seller. അല്ലെ, ഒരു നിശ്ചിത തുക നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ വിൽപ്പനക്കാരനുമായി ചെലവഴിക്കാമെന്ന് ഉറപ്പ് നൽകുന്നു അല്ലെ. അല്ലെ, നമ്മൾ പറഞ്ഞു ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉള്ള സാധനങ്ങൾ മാത്രമല്ലേ നമ്മൾ പർച്ചേസ് ചെയ്യുള്ളൂ. എന്താണ് ഒരു നിശ്ചിത എമൗണ്ട് മാത്രം അല്ലെ, ഒരു നിശ്ചിത സംഖ്യ മാത്രം അവരുമായി ചിലവഴിക്കുന്നുള്ളൂ എന്ന് എന്ത് ചെയ്യുന്ന വിൽപ്പനക്കാരനുമായി ചിലവഴിക്കുന്നുള്ളൂ എന്ന് നമുക്ക് ഗ്യാരണ്ടി ചെയ്യുന്നു അല്ലെ, ഉറപ്പ് നൽകുന്നു. ഓക്കെയാണോ? മൂന്നെണ്ണം വ്യത്യാസം മനസ്സിലായോ മൂന്നിന്റെ? നെക്സ്റ്റ് കോൺട്രാക്ട് പർച്ചേസ് ഓർഡർ. കോൺട്രാക്ട് പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോൺട്രാക്ട് പർച്ചേസ് ഓർഡർ ഡീറ്റെയിൽസ് ദ ടേംസ് ഓഫ് എൻ അപ്കമിംഗ് PO purchase order before the purchase order itself is complete. അല്ലെ, ആ ഒരു വാങ്ങൽ ഓർഡർ പൂർത്തിയാക്കുന്നതിന് മുമ്പ് വരാനിരിക്കുന്ന ഒരു പർച്ചേസ് ഓർഡറുകളുടെ നിബന്ധനകൾ വിശദമാക്കുന്നു അല്ലെ. നമ്മൾ പറഞ്ഞ എന്താണ്, ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവുമല്ലോ നമ്മൾ സപ്ലയേഴ്സുമായിട്ട് അല്ലെങ്കിൽ ചില വെൻഡേഴ്സുമായിട്ട് നിയമപരമായ കരാറുകൾ സൈൻ ചെയ്യാറുണ്ട് അല്ലെ. ഇത്ര വർഷത്തേക്ക് അല്ലെ അല്ലെങ്കിൽ ഇത്ര പ്രൈസിന് നമ്മൾ നിയമപരമായ ചില കരാറുകൾ സൈൻ ചെയ്യാറില്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഓർഡറുകളാണ് കോൺട്രാക്ട് പർച്ചേസ് ഓർഡർ. ഒരു നിയമപരമായ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിനെയാണ് കോൺട്രാക്ട് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. എന്താണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്, എന്താണ് നമ്മുടെ ഒരു പർച്ചേസ് ഓർഡർ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു പർച്ചേസ് ഓർഡറിന്റെ വിശദമായ നിബന്ധനകളെ വ്യക്തമാക്കുന്നു. ക്ലിയർ ആണോ? കോൺട്രാക്ട് പർച്ചേസ് ഒന്നുകൂടെ പറയണം. ഇപ്പൊ നമ്മ ചില ആളുകളിൽ നിന്ന് ഇപ്പൊ മിസ് ഒരു എക്സാമ്പിൾ പോലെയാണെങ്കിൽ നമ്മ എന്തെങ്കിലും റെന്റിനൊക്കെ എടുക്കുമ്പോൾ നമ്മ പറയാറില്ലേ ഇത്ര മാസത്തേക്ക് അല്ലെ, 6 മാസത്തേക്ക്, അല്ലെങ്കിൽ ലീസിന് എടുക്കുകയാണെങ്കിലൊക്കെ പറയാറില്ലേ ഇത്ര മാസത്തേക്ക് അല്ലെ. അത്രയും നാളത്തേക്ക് മാത്രമല്ലേ നമുക്ക് അത് കൈവശം വെക്കാൻ സാധിക്കുകയുള്ളൂ. കൈവശം വെക്കാൻ അത്രയും നാളല്ലേ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ എന്താണ് ഇതിനെന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ നമ്മ തിരിച്ച് തരുന്നതാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആദ്യം തന്നെ മുൻകൂട്ടി അവരെ കൊണ്ട് അഗ്രിമെന്റ് സൈൻ ചെയ്യിക്കില്ലേ. അപ്പൊ എന്താണ് നമ്മൾ ലീഗലായിട്ട് നിയമപരമായിട്ടുള്ള ഒരു ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരു പർച്ചേസിംഗ് ഓർഡർ സമർപ്പിക്കുന്നതിനെയാണ് കോൺട്രാക്ട് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആരാ ചോദിച്ച്? നമ്മ വീടൊക്കെ റെന്റിന് എടുക്കൂലേ, വീടൊക്കെ റെന്റിന് എടുക്കില്ലേ. ആ ഒരു റെന്റിന് എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ നിയമപരമായല്ലേ അത് വീടൊക്കെ റെന്റിന് എടുക്കുന്നത് 6 മാസത്തേക്ക് അല്ലെ, 1 വർഷത്തേക്ക് അഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്തിട്ട് നമ്മൾ ഇതാക്കും അല്ലെ. അല്ലെങ്കിൽ ഇപ്പൊ വീട് വാങ്ങിക്കുകയാണെങ്കിലും അങ്ങനെയല്ലേ, ഒരു വീട് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിലും അങ്ങനെയല്ലേ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ എന്താണ് നിയമപരമായ രേഖകളാണ് അല്ലെ, നിയമപരമായ പർച്ചേസിംഗ് ആണ് അല്ലെ. അപ്പൊ എന്താ കോൺട്രാക്ട് പർച്ചേസ് നെക്സ്റ്റ്
A contract purchase order is usually used for large or expensive orders where the buyer and the seller want more legal protection in the exchange. അതെന്താണ് നമ്മൾ ഈ കോൺട്രാക്ട് പർച്ചേസ് ഓർഡർ യൂഷ്വലി ആയിട്ട് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലാർജ് ആയിട്ടുള്ള ഓർഡേഴ്സിനോ അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ട് നമുക്ക് ഒരുപാട് ചെലവ് വരുന്ന ഓർഡേഴ്സിനൊക്കെയാണ് നമ്മൾ ഈ കോൺട്രാക്ട് പർച്ചേസിംഗ് ഓർഡർ നടത്തുന്നത്. അപ്പൊ എന്ത് ചെയ്യാണ്? where the buyer and the seller want more legal protection in the exchange അല്ലെ? അപ്പൊ ഈ ഒരു എക്സ്ചേഞ്ചിൽ, ഈ ഒരു കൈമാറ്റത്തില് ഈ ഒരു സെല്ലറും ബയറും തമ്മിലുള്ള ആ ഒരു കരാറിൽ എന്ത് ചെയ്യുന്നുണ്ട്? അവർ നിയമപരമായിട്ടുള്ള പ്രൊട്ടക്ഷൻ നടത്തുന്നു അല്ലെ? ഇപ്പൊ നമ്മൾ ഒരുപാട് പൈസയാണ് അവർക്ക് കൊടുത്തിട്ട് ഒരു സാധനം വാങ്ങിക്കുന്നതെങ്കിൽ എന്തായാലും നിയമപരമായിട്ടുള്ള ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യുമല്ലോ. അല്ലെങ്കിൽ എന്താണ്? നമുക്ക് ലോസ് സംഭവിക്കും അല്ലെ? അതിൽ എന്തെങ്കിലും പാകപ്പിഴകൾ വന്നു പോയിട്ടുണ്ട് അല്ലെ? അല്ലെങ്കിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാണോ ലോസ് ആണോ വരുന്നത്? അപ്പൊ അത് ഓവർകം ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും? അവരുമായി ഒരു നിയമ കരാറിൽ നമ്മൾ ഒപ്പിട്ടിട്ടുണ്ടാവുമല്ലോ, സൈൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ ടേംസ് ആൻഡ് കണ്ടീഷനില്. അപ്പൊ അതാണ് കോൺട്രാക്ട് പർച്ചേസ് ഓർഡർ. ഓക്കെ ആണോ? വാങ്ങുന്നയാളും വിൽക്കുന്നയാളും തമ്മിൽ നിയമപരമായ ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ. നമ്മീ എന്താണ് ക്ലെയിം ചെയ്യുക, ഇൻഷുറൻസ് ചെയ്യുക, അല്ലെങ്കിൽ നഷ്ടപരിഹാരം തരിക എന്നൊക്കെ പറയില്ലേ? പറയാറില്ലേ നഷ്ടപരിഹാരം ഇത്ര ഡേറ്റിന് തന്നെയാ? അതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കാലോ. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പർച്ചേസ് ഓർഡർ യൂസ് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഉണ്ടോ? ബഡ്ജറ്റ് അല്ലെ? നമുക്ക് അതിനനുസരിച്ച് ബഡ്ജറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും അല്ലെ? കൂടാതെ എന്താണ്? നമുക്ക് ഓഡിറ്റുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് വേണോ? പർച്ചേസ് ഓർഡർ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് വേണോ? എക്സ്പെൻസ് അല്ലെ? നമുക്ക് എത്ര ചെലവാകും അല്ലെ? നമ്മുടെ ചെലവുകൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ? എക്സ്പെൻസ് ഒക്കെ നമ്മുടെ ബഡ്ജറ്റിൽ വരുന്നതാണ് അല്ലെ? ബഡ്ജറ്റിൽ വരുന്നതാണ് അല്ലെ എക്സ്പെൻസ്. അപ്പൊ നോക്കിയേ, purchase order do more than simply initiated a transaction. ഒരു ട്രാൻസാക്ഷൻ, ഒരു ഇടപാടുമായി സംബന്ധിച്ച എല്ലാ വിവരങ്ങളും, കൂടുതൽ കാര്യങ്ങൾ ഈ പർച്ചേസ് ഓർഡറിൽ ഉണ്ടായിരിക്കില്ലേ? ഒരു സപ്ലയേഴ്സും ഒരു ബയറും തമ്മിലുള്ള ഇടപാടിലെ ട്രാൻസാക്ഷനിലെ ഭൂരിഭാഗം വിവരങ്ങളും ഈ പർച്ചേസ് ഓർഡറിൽ ഉണ്ടായിരിക്കില്ലേ? ഏത് ദിവസം അല്ലേ? എത്ര റേറ്റിന്, ഏത് ഐറ്റം അല്ലേ? അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അല്ലെ? ഭൂരിഭാഗം കാര്യങ്ങളും, കൂടുതൽ കാര്യങ്ങൾ ഈ പർച്ചേസ് ഓർഡർ വ്യക്തമാക്കുന്നു. They provide valuable documentation for tracking and logging a transaction as well as അല്ലെ? എന്താണ്? ഒരു ഇടപാടിനെ സംബന്ധിച്ച് ആ ഒരു ഇടപാട് ട്രാക്ക് ചെയ്യാനും അതിലേക്ക് ലോഗിൻ ചെയ്യാനും കിടക്കാനും നമുക്ക് ഈ ഒരു പർച്ചേസ് ഓർഡർ ഡോക്യുമെന്റേഷൻ കൊണ്ട് സാധിക്കുന്നുണ്ടോ? ഒരു ഇടപാട് അല്ലെ? ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഇല്ലേ? ഒരു ട്രാൻസാക്ഷനിലേക്ക് നമുക്ക് എൻറ്റർ ചെയ്യാൻ അല്ലെ? ലോഗിൻ എന്നാൽ ഒരു എൻറ്റർ ചെയ്യാനും അത് ട്രാക്ക് ചെയ്യാനുമുള്ള ഒരു ഡോക്യുമെന്റേഷൻ ഈ പർച്ചേസിംഗ് ഓർഡർ നൽകുന്നു. കൂടാതെ എന്താണ്? യു മേ റെഫർ ടു യുവർ പർച്ചേസ് ഓർഡർ ഇൻ ദ ഫ്യൂച്ചർ ഫോർ ദി ഫോളോയിങ്. എന്താണ്? ഈ പർച്ചേസ് ഓർഡർ ഉപയോഗിച്ച് നമുക്ക് ഫ്യൂച്ചറിൽ പല കാര്യങ്ങളും റെഫർ ചെയ്യാൻ പറ്റും അല്ലെ? എന്തൊക്കെയാണ്? കംപ്ലീറ്റിംഗ് ഓഡിറ്റ് അല്ലെ? ഓഡിറ്റ് നടത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഡോക്യുമെന്റേഷൻ മുഴുവൻ പരിശോധിക്കണം അല്ലെ? അതിലെ ഈ പർച്ചേസിംഗ് ഓർഡർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നില്ലേ? നമ്മുടെ ട്രാൻസാക്ഷൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ട് അല്ലെ? ട്രാൻസാക്ഷൻസിനെ കുറിച്ചുള്ള. പിന്നെന്താണ്? പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ. നമ്മൾ ഈ പർച്ചേസ് ഓർഡർ അനുസരിച്ചാണോ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യുന്നത്, തയ്യാറാക്കുന്നത് അല്ലെ?
വരവ് ചെലവ് കണക്കുകൾ അല്ലെ. അപ്പൊ പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് പറയുന്നത് ട്രാക്കിംഗ് ആൻഡ് ഓർഡേഴ്സ് ആൻഡ് അവോയ്ഡിംഗ് ഡ്യൂപ്ലിക്കേറ്റ് ഓർഡേഴ്സ് അല്ലെ. നമുക്ക് ഈ പർച്ചേസിംഗ് ഓർഡർ അനുസരിച്ച് നമ്മൾ കൊടുത്ത ആ ഓർഡർ ട്രാക്ക് ചെയ്യുക, എവിടെ എത്തി, അതിന്റെ അപ്ഡേറ്റുകൾ എന്താണ് എന്ന് കണ്ടെത്താനും നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഓർഡർ റിസീവ് ചെയ്യുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാനും സാധിക്കുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പ്രിപ്പയറിംഗ് ബഡ്ജറ്റ് അല്ലെ. എന്താണ്, നമുക്ക് ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ബഡ്ജറ്റ് തയ്യാറാക്കാനും ഈ ഒരു പർച്ചേസ് ഓർഡർ കൊണ്ട് സാധിക്കുന്നു. ക്ലിയർ അല്ലേ? അത് സിമ്പിൾ ആണ് അല്ലെ. ഓക്കെ അല്ലേ? അത് നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് എടുത്തോട്ടെ. വാട്ട് ഈസ് ദ പർച്ചേസ് ഓർഡർ പ്രോസസ്? പർച്ചേസ് ഓർഡറിന്റെ പ്രോസസ്, പ്രക്രിയ എന്തൊക്കെയാണ് നോക്കിയേ. പർച്ചേസ് ഓർഡർ ഇൻഡിക്കേറ്റ്സ് ദ ടൈപ്സ്, പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ദ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ബീയിങ് ബോട്ട് അല്ലെ. നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ടോ പർച്ചേസ് ഓർഡറിൽ? സൂചിപ്പിക്കുന്നുണ്ട് അല്ലെ. നമ്മ വാങ്ങിച്ച ഐറ്റംസിന്റെ ടൈപ്സ് ഏതാണ് അല്ലെ. നമ്മ മെഷീനറി ആണോ മേടിച്ചത്, മെഡിക്കൽ എക്യുപ്മെന്റ് ആണോ വാങ്ങിച്ചത് അല്ലെ, സാനിറ്ററി എക്യുപ്മെന്റുകളാണോ വാങ്ങിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു ഐറ്റംസിന്റെ ടൈപ്സ് പറയുന്നുണ്ട്, പ്രൈസ് പറയുന്നുണ്ട് അല്ലെ, എത്ര വിലയ്ക്കാണ് വാങ്ങിയത് അല്ലെ, അതിന്റെ ക്വാണ്ടിറ്റി എത്രമാത്രം അളവിൽ നമ്മൾ മേടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പർച്ചേസിംഗ് ഓർഡറിൽ സൂചിപ്പിക്കുന്നു. The purchase order will be sent to the seller and is created by the buyer. നിങ്ങൾക്ക് അറിയാം അല്ലെ. പർച്ചേസ് ഓർഡർ ആരാണ് കൊടുക്കുന്നത്? സെല്ലർ ആണ് അല്ലെ അയക്കുന്നത്. അതാരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ക്രിയേറ്റ് ചെയ്യുന്നത് ആരാ? ബയ്യർ ആണ് അല്ലെ. വാങ്ങുന്നയാള് ക്രിയേറ്റ് ചെയ്തിട്ട് അത് സെല്ലറിന് അയച്ചു കൊടുക്കും അല്ലെ. അപ്പൊ ഞാനാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഞാൻ ആ ഒരു പർച്ചേസിംഗ് ഓർഡർ തയ്യാറാക്കി ഞാൻ ആരിൽ നിന്നാണോ വാങ്ങിക്കുന്നത് അയാൾക്ക് അയച്ചു കൊടുക്കും അല്ലേ. Okay, it commits the buyer to paying the seller for the goods or service sent or rendered അല്ലെ. വാങ്ങുന്നയാള് നമ്മ വാങ്ങുന്ന സെല്ലേഴ്സ് എന്താണ് അയക്കുന്നതോ അല്ലെങ്കിൽ അവർ നൽകുന്നതോ, നമ്മുടെ ബയേഴ്സ് നൽകുന്നതോ ആയ സാധനങ്ങൾക്കോ സേവനങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പണം നൽകുന്നുണ്ട് അല്ലെ. പേയ്മെന്റ് അടക്കുന്നുണ്ടോ? അല്ലേ. എന്താണ്, നമ്മ സെല്ലറിൽ നിന്ന് വാങ്ങുന്ന സർവീസുകൾക്കോ അല്ലെങ്കിൽ എന്താണ് ഗുഡ്സുകൾക്ക് അല്ലെ, പ്രോഡക്റ്റുകൾക്കോ എന്ത് ചെയ്യുന്നുണ്ട്? ബയ്യർ പണം നൽകുന്നു. ക്ലിയർ ആണോ? നെക്സ്റ്റ്, purchase order ensure that documentation exists so that the seller will be paid. Purchase order ensure that documentation exists so that the seller will be paid. വിൽപ്പനക്കാരന് പണം നൽകുന്നതിന് ഡോക്യുമെന്റേഷൻ നിലവിലുണ്ടെന്ന് പർച്ചേസ് ഓർഡർ ഉറപ്പിക്കുന്നു അല്ലെ. അല്ലെ, അതിൽ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും, ഐറ്റംസ് ഏതാണ്, പ്രൈസ് എന്താണ് അല്ലെ. അപ്പൊ എന്താണ് പർച്ചേസ് ഓർഡർ എൻഷുർ, എന്താണ് പർച്ചേസ് ഓർഡർ ഉറപ്പ് നൽകുന്നു എന്താണ്? that documentation exists so that the seller will be paid അല്ലെ. ആ സെല്ലർ പണം നൽകുന്നതിനുള്ള ഡോക്യുമെന്റേഷൻ ആണ് അല്ലെ. ഡോക്യുമെന്റേഷൻ നൽകണം, പണം നൽകണം എന്നതിനുള്ള ഒരു ഡോക്യുമെന്റേഷൻ ഉറപ്പ് നൽകുന്നു. The purchase order serves to both help buyer with their budgeting and allows them a way to track purchase അല്ലെ. എന്താണ് നമുക്ക് പർച്ചേസ് ഓർഡർ എന്തിനാണ് സഹായിക്കുന്നത്? ബയ്യറിന് അവരെ ബഡ്ജറ്റിങ്ങിന് വേണ്ടി സഹായിക്കുന്നുണ്ട് അല്ലെ. ഏകദേശം എത്ര രൂപ അവർക്ക് ചെലവ് വരും അല്ലേ. അല്ലേ, അവർക്ക് എത്ര ബഡ്ജറ്റ് ആവും അല്ലെ. അപ്പൊ അവരെ ബഡ്ജറ്റിങ്ങിന് സഹായിക്കുന്നുണ്ട്. കൂടാതെ അവരുടെ പർച്ചേസിംഗിന്റെ ട്രാക്ക് അറിയാനും വേണ്ടിയിട്ട് അല്ലെ, ഇവിടെ വരെ എത്തി വാങ്ങലുകളെ ട്രാക്ക് ചെയ്യാനും ഈ പർച്ചേസ് ഓർഡർ സഹായിക്കുന്നു അല്ലെ. ഈ പർച്ചേസ് ഓർഡർ അനുസരിച്ച് നമ്മുടെ സാധനങ്ങള്, നമ്മ പർച്ചേസ് ചെയ്യാൻ പോകുന്ന സാധനങ്ങള് എവിടെ എത്തി, അതിന്റെ അപ്ഡേറ്റുകൾ അറിയാൻ സാധിക്കുന്നില്ലേ.
അപ്പൊ പർച്ചേസ് ഓർഡർ ബയേഴ്സിനെ ബഡ്ജറ്റിന് തയ്യാറാക്കാനും ആ ഒരു പർച്ചേസിന് വാങ്ങുന്ന സാധനത്തെ ട്രാക്ക് ചെയ്യാനും സഹായിക്കുന്നു. നെക്സ്റ്റ്, ഇൻ അഡീഷൻ ദിസ് സോർട്ട് ഓഫ് ഡോക്യുമെന്റേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ ഓഡിറ്റ്സ് ആൻഡ് എൻഡ് ഓഫ് ഇയർ ഫിനാൻഷ്യൽ അനാലിസിസ് ആണ് കേട്ടോ. ഫിസിക്കൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്, ഫിനാൻഷ്യൽ എന്നാണ് കേട്ടോ. നമുക്ക് ഈ പർച്ചേസ് ഓർഡർ എന്തിനൊക്കെ സഹായിക്കുന്നുണ്ട്? ബയേഴ്സിനെ അല്ലെ, അല്ലെങ്കിൽ സെല്ലേഴ്സിനെ എന്തിനു സഹായിക്കുന്നുണ്ട്? അവരുടെ എന്താണ് ഡോക്യുമെന്റേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ ഓഡിറ്റ്സ്, അവരുടെ ഓഡിറ്റുകൾ കണ്ടക്ട് ചെയ്യാനും, പിന്നെ എന്താണ് അവർക്ക് എൻഡ് ഓഫ് ഇയർ ഒരു വർഷത്തേക്ക് അവരുടെ ഫിനാൻഷ്യൽ അനാലിസിസ് അല്ലെ, സാമ്പത്തികമായ വിലയിരുത്തലുകൾ നടത്താനും അവരെ ഈ ഡോക്യുമെന്റേഷൻ സഹായിക്കുന്നുണ്ട് അല്ലെ. നമുക്ക് ഓഡിറ്റ് നടത്തണം, അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് നമ്മുടെ വരവ് ചെലവ് കണക്കുകൾ എങ്ങനെയാണ് അല്ലെ, ഒരു വർഷമാകുമ്പോ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വർഷമാകുമ്പോ നമ്മൾ ഏതൊരു കമ്പനി ആണെങ്കിലും ഏതൊരു സ്ഥാപനമാണെങ്കിലും അവരെ വരവ് ചെലവ് കണക്കുകളൊക്കെ അവർ നോക്കാറുണ്ടോ? അനാലിസിസ് ചെയ്യാറുണ്ടോ? ഇല്ലേ? അപ്പൊ ആ ഒരു വർഷത്തേക്കുള്ള അവരുടെ ഫിനാൻഷ്യൽ സാമ്പത്തിക വിലയിരുത്തലുകൾ നടത്താനായിട്ട് ഈ ഒരു പർച്ചേസ് ഓർഡർ ഡോക്യുമെന്റേഷൻ അവരെ സഹായിക്കുന്നു. നെക്സ്റ്റ് നോക്കിയേ, ഇറ്റ് ക്യാൻ ബി കമ്പയർഡ് അഗൈൻസ്റ്റ് ആൻ ഇൻവോയ്സ് ടു എൻഷുർ ദാറ്റ് കോസ്റ്റ് വെയർ വാസ് എക്സ്പെക്റ്റഡ് അല്ലെ. അതിന്റെ ഇൻവോയ്സ് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഇത് ചെലവുകളുമായി ഈ ഇൻവോയ്സുകൾ കമ്പയർ ചെയ്ത് അവർ ആ ഒരു ചെലവ് പ്രതീക്ഷിച്ചതാണോ എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെ. ആ ഒരു ഇൻവോയ്സ് പർച്ചേസ് ഓർഡറിന്റെ ഇൻവോയ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ നമുക്ക് പ്രതീക്ഷിച്ചതാണോ അല്ലെ. ഈ ഒരു ചെലവ് പ്രതീക്ഷിച്ചതാണോ എന്ന് മനസ്സിലാക്കാനും ബയേഴ്സിനെ സഹായിക്കുന്നു. ഓക്കെ ആണോ? അതിന് എക്സാമ്പിൾ ആണ് എന്താ? such as consider this purchase order example. അത് ഈ പർച്ചേസ് ഓർഡർ ഈ ഒരു ചെലവ് നമ്മൾ പ്രതീക്ഷിച്ചതാണോ എന്നറിയുന്നതിനുള്ള ഒരു എക്സാമ്പിൾ ആണ്. A construction company might need to purchase various supplies such as wood, paint or tools അല്ലെ. ഒരു കൺസ്ട്രക്ഷൻ കമ്പനി, ഒരു നിർമ്മാത കൺസ്ട്രക്ട് ചെയ്യുന്ന ബിൽഡിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ എന്താണ് അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ? വുഡ് വേണം അല്ലെ. ഹൗസ് അല്ലെങ്കിൽ എന്താണ് ഫ്ലാറ്റുകൾ വില്ലാസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന കമ്പനി ആണെങ്കിലോ അവർക്ക് വുഡ് വേണം, പെയിന്റ് വേണം, ടൂൾസുകൾ വേണം അല്ലെ. വേരിയസ് സപ്ലൈസ്, പലതരത്തിലുള്ള സപ്ലൈസ് അവർക്ക് ആവശ്യമായിട്ട് വരുന്നു. അപ്പൊ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ദ മാനേജർ ഓർ ബൈയിങ് ഡിപ്പാർട്ട്മെന്റ് അറ്റ് ദ കമ്പനി വുഡ് ക്രിയേറ്റ് പർച്ചേസ് ഓർഡർ for their suppliers when the items are requested so that both the parties can track what has been requested and what is owed. എന്താണ് ആ ഒരു മാനേജർ അല്ലെങ്കിൽ ഒരു ബയർ ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ആരാണോ അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങുന്നത് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആ ഒരു കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെ കുറിച്ച് സാധനങ്ങൾ നോക്കി കാണട്ടെ ഒരു പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്ത് സപ്ലയേഴ്സിന് കൊടുക്കുകയാണ് അല്ലെ. അങ്ങനെയല്ലേ ചെയ്യുന്നത്? ആരാണോ വാങ്ങുന്നത് അല്ലെ, മാനേജർ ആവാം, അല്ലെങ്കിൽ എന്താണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആവാം അല്ലെ. ആ ബൈയിങ് ഡിപ്പാർട്ട്മെന്റ് അവർക്ക് ആവശ്യമായ സാധനങ്ങളെ കുറിച്ച് ഒരു അനാലിസിസ് നടത്തിയിട്ട് അവരൊരു പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അത് സപ്ലയേഴ്സിന് കൈമാറുന്നു അല്ലെ. അപ്പൊ സപ്ലയേഴ്സ് when the items are requested ഐറ്റംസ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെ, അഭ്യർത്ഥിച്ചുകൊണ്ട് സപ്ലയേഴ്സിന് നൽകുന്നു. അപ്പൊ എന്താണ് രണ്ട് പാർട്ടിക്കാർക്കും ഒരുപോലെ കമ്മിറ്റ്മെന്റ് ഇല്ലേ? ബയറിനുണ്ട് സെല്ലറിനുണ്ട് അല്ലെ. എന്താണ്? so that both parties can track that has been requested അല്ലെ. ബയർ എന്ത് ചെയ്യണം? എന്തൊക്കെ സാധനങ്ങളാണ് അവർ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ, അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് ട്രാക്ക് ചെയ്യണം. വാട്ട് ഈസ് ഓണഡ് അല്ലെ. എന്താണ് സെല്ലർ ആണെങ്കിൽ എന്താണ് ബയേഴ്സുമായിട്ട് എന്ത് കടപ്പാടാണ് അല്ലെ, എന്താണ് അവർക്ക് നൽകാനുള്ളത് എന്നും ഇവര് മനസ്സിലാക്കണ്ടേ. ക്ലിയർ ആയോ? അതാ
so that അതുകൊണ്ട് തന്നെ both parties can track what has been requested. ബയേഴ്സ് എന്ത് ചെയ്യണം, നമ്മ എന്താണ് അല്ലെ സെല്ലേഴ്സിനോട് അല്ലെങ്കിൽ സപ്ലയേഴ്സിനോട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ, എന്തൊക്കെ ഐറ്റംസ് അവരോട് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരാണെങ്കിൽ എന്ത് ചെയ്യണം, ബയേഴ്സ് ആണെങ്കിൽ നമ്മ എന്തൊക്കെ കാര്യങ്ങള് ബയേഴ്സിന് കൊടുക്കാൻ കടപ്പെട്ടിരിക്കുന്നു അല്ലെ, എന്തൊക്കെ സാധനങ്ങൾ അവർക്ക് കൊടുക്കണം എന്നതിലും രണ്ട് പാർട്ടിക്കാർക്കും ഒരുപോലെ ഐഡിയ ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? പർച്ചേസിംഗ് ആണല്ലേ ഫുള്ള്. നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് എ പർച്ചേസ് ഓർഡർ. പർച്ചേസിംഗ് ഓർഡറിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണ് അല്ലെ, ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? There are few essential elements of a purchase order. പർച്ചേസ് ഓർഡറിൽ എന്താണ് നിർബന്ധമായിട്ടും ചില essential order ഘടകങ്ങൾ അടങ്ങിയിരിക്കണം. This includes a unique order number for easy record keeping. എല്ലാ പർച്ചേസിംഗ് ഓർഡറിലും ഒരു യുണീക്ക് ആയിട്ടുള്ള ഓർഡർ നമ്പർ ഉൾപ്പെടുത്തിയിരിക്കണം. ഇത് നമുക്ക് ആ ഒരു ഓർഡർ എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാനായിട്ട് അല്ലെ, ഈസി ആയിട്ട് റെക്കോർഡ് കീപ്പ് ചെയ്യാനായി സാധിക്കുന്നു. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഓർഡർ 001 അല്ലെ, 001 ആണെങ്കിൽ നെക്സ്റ്റ് ഓർഡർ എന്ത് കൊടുക്കും, 002 അല്ലെ ആണോ, 002. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ഓർഡറുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ കീപ്പ് ചെയ്യില്ലേ, ഓരോ ഓർഡറുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ കീപ്പ് ചെയ്യില്ലേ. അപ്പൊ നമുക്ക് ഈ ഒരു നമ്പർ അനുസരിച്ച്, ഈ പർച്ചേസ് ഓർഡർ നമ്പർ അനുസരിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ആ റെക്കോർഡുകൾ കീപ്പ് ചെയ്യാനും നമുക്ക് കണ്ടുപിടിക്കാനും സാധിക്കില്ലേ. ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം അല്ലെ, ആണോ? ആണ്. അപ്പൊ എന്ത് ചെയ്യണം, ദീസ് ഇൻക്ലൂഡ്സ് എ യുണീക് ഓർഡർ നമ്പർ ഫോർ ഈസി റെക്കോർഡ് കീപ്പിംഗ്. എന്താണ്, നമുക്ക് ഈസി ആയിട്ട് റെക്കോർഡുകൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പർച്ചേസ് ഓർഡറിൽ എന്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം, യുണീക് ഓർഡർ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ഓക്കെയാണോ? നിങ്ങൾ ബില്ലുകൾ ഏതെങ്കിലും തുണിക്കടയിൽ നിന്നോ ടെക്സ്റ്റൈൽസിൽ നിന്നോ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നോ ഒക്കെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ബില്ല് തരുമ്പോ നോക്കിയിട്ടുണ്ടോ, ബിൽ നമ്പർ എന്നൊക്കെ പറഞ്ഞ അതിൽ കൊടുത്തിട്ടുണ്ടോ, നോക്കിയിട്ടുണ്ടോ? അപ്പൊ എന്താണ്, നമുക്ക് ആ ഒരു യുണീക്ക് നമ്പർ ഇൻവോയ്സിലൊക്കെ ഉണ്ടാവും അല്ലെ. ആ ഒരു യുണീക്ക് നമ്പർ നമ്മൾ ആ ഒരു പർച്ചേസ് ഓർഡറിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിന്റെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യാനും നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാനും നമുക്കത് ഇൻവോയ്സ് നമ്പർ അല്ലെ കണ്ടുപിടിക്കാനൊക്കെ സാധിക്കുന്നു. നെക്സ്റ്റ്, ദ നമ്പർ വിൽ ഗ്രോ ഓവർ ടൈം ആസ് അഡീഷണൽ പർച്ചേസ് ആർ മെയ്ഡ് ബൈ ഡിഫറെന്റ് ബയേഴ്സ് അല്ലെ. നമ്മ എന്താണ്, വ്യത്യസ്ത ബയേഴ്സിൽ നിന്ന് പലതരത്തിലുള്ള ഈ പർച്ചേസിംഗ് നടത്തുന്നതിനനുസരിച്ച് ആ ഒരു യുണീക്ക് നമ്പർ എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. അല്ലെ, ഇപ്പൊ 1 ഉള്ളത് നെക്സ്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ 2 ആവും, നെക്സ്റ്റ് പർച്ചേസിംഗിൽ അത് 3 ആവും അല്ലെ. അപ്പൊ എന്താണ്, നമ്മ വാങ്ങുന്ന വ്യത്യസ്ത ആളുകളിൽ നിന്ന് വാങ്ങുന്നതനുസരിച്ച് ഇതിന്റെ നമ്പറും ഇൻക്രീസ് ചെയ്യുന്നു. ക്ലിയർ ആണോ? നെക്സ്റ്റ്, അതർ ഇമ്പോർട്ടന്റ് aspects of purchase order include. പർച്ചേസ് ഓർഡറിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന മറ്റ് ആസ്പെക്ട്സുകൾ എന്തൊക്കെയാണ്, ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് പർച്ചേസ്ഡ് അല്ലെ. നമ്മൾ എന്ത് ഗുഡ്സ് ആണോ അല്ലെ അല്ലെങ്കിൽ എന്ത് സർവീസ് ആണോ പർച്ചേസ് ചെയ്യുന്നത് അത് എത്രത്തോളം, എത്ര ക്വാണ്ടിറ്റിയിൽ നമ്മൾ വാങ്ങുന്നുണ്ട് അതിന്റെ വിവരങ്ങൾ ഉണ്ടായിരിക്കണം. എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി പ്രൊഡക്റ്റ് ഓർ ഗുഡ്സ് പർച്ചേസ്, നമ്മൾ വാങ്ങുന്ന സർവീസുകളെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റുകളെ കുറിച്ച് ഒരു ചെറിയ അല്ലെ, എന്താണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കണം. ബ്രാൻഡ് നെയിംസ് ഓർ മോഡൽ നമ്പർ അല്ലെ, നമ്മ ഏത് ബ്രാൻഡ് നെയിം ആണ് അല്ലെങ്കിൽ ഏതൊരു മോഡലാണ് നമ്മൾ വാങ്ങുന്നത് അതിനെ കുറിച്ച് അത് എഴുതിയിട്ടുണ്ടായിരിക്കണം, സ്പെസിഫൈ ചെയ്ത് എഴുതിയിട്ടുണ്ടായിരിക്കണം. പിന്നെ പ്രൈസ് എത്രയാണ്, ഡെലിവറി ഡേറ്റ് എങ്ങനെയാണ്, നമ്മുടെ ലൊക്കേഷൻ എവിടെയാണ്, നെയിം ആൻഡ് ബില്ലിംഗ് അഡ്രസ് ഓഫ് ദി ബയർ അല്ലെ, ബയറുടെ നെയിമും അവരുടെ ബില്ലിംഗ് അഡ്രസ്സും എങ്ങനെയാണ്, നെയിം ആൻഡ് പേയ്മെന്റ് റെസിപ്റ്റ് അഡ്രസ് ഓഫ് ദി സെല്ലർ അല്ലെ, സെല്ലറിന്റെ എന്താണ് നെയിമും അവരുടെ പേയ്മെന്റ് റെസിപ്റ്റ്
അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തണം. പേയ്മെന്റ് ടേംസ് ഇഫ് എനി സച്ച് ആസ് പേ ഓൺ ഡെലിവറി ഓർ പേയ്മെന്റ് വിത്തിൻ 30 days. അതായത് പേയ്മെന്റ് നമുക്ക് ക്യാഷ് ആയിട്ടായിരിക്കാം കൊടുക്കുക, ചെക്ക് ആയിട്ടായിരിക്കും കൊടുക്കുക അല്ലെ, അങ്ങനെ കൊടുക്കാലോ, ക്രെഡിറ്റിൽ കൊടുക്കും അല്ലെ, അല്ലെങ്കിൽ ക്രെഡിറ്റിൽ കൊടുക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ടേംസുകൾ ഉണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഡെലിവറി കിട്ടിയ 30 ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് നടത്താം എന്നുള്ള ടേംസുകൾ ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ പേയ്മെന്റ് നടത്താം അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ടേംസുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അതെന്തായ നിർബന്ധമായിട്ട് പർച്ചേസിംഗ് ഓർഡറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് ഡേറ്റ് ഓഫ് ഇഷ്യൂ, ആ പർച്ചേസിംഗ് ഓർഡർ എന്നാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഡേറ്റ്, ഷിപ്പിംഗ് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്താണ്, എനി ടേംസ് ആൻഡ് കണ്ടീഷൻ, നമ്മൾ എന്തെങ്കിലും ടേംസോ നമ്മൾ മറ്റേല് പറഞ്ഞു അല്ലെ, കോൺട്രാക്ട് പർച്ചേസ് ഓർഡർ പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്, നമുക്ക് എന്തെങ്കിലും ടേംസ് ആൻഡ് കണ്ടീഷൻ നിബന്ധനകളോ കണ്ടീഷൻസോ ഉണ്ടെങ്കിൽ നമ്മ അത് ഈ പർച്ചേസിംഗ് ഓർഡറിൽ എഴുതി ചേർക്കുക. ക്ലിയർ ആയോ? Next, an integral part of the purchase order procedure is checking the above before submitting your purchase order to be sure all elements are contained therein. എന്താണ്, ഒരു പർച്ചേസ് ഓർഡർ നടപടിക്രമത്തിന്റെ ഒരു അവിഭാജ്യ ഘടകം, ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഇന്റഗ്രൽ പാർട്ട് അല്ലെ, എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, നമ്മ പർച്ചേസ് ഓർഡർ സമർപ്പിക്കലാണ് അല്ലെ, സബ്മിറ്റ് ചെയ്യലല്ലേ. ബയ്യർ സെല്ലേഴ്സിന് പർച്ചേസ് ഓർഡർ സമർപ്പിക്കലല്ലേ, അതിന്റെ അടിസ്ഥാനത്തിലല്ലേ നമ്മുടെ ഓർഡർ ഡെലിവറി ചെയ്യുന്നത്, ആണോ അല്ലെ. അപ്പൊ ഒരു പർച്ചേസിംഗ് ഓർഡർ നടപടിക്രമങ്ങളുടെ പ്രൊസീജിയർ നമ്മ വാക്കാല് പറഞ്ഞാൽ മതിയോ, വെർബലായിട്ട് അവരെടുത്ത് പറഞ്ഞാൽ മതിയോ, പോരാ അല്ലെ. അപ്പൊ ഒരു പർച്ചേസിംഗ് നടപടിക്രമങ്ങളുടെ ഒരു അവിഭാജ്യ ഘടകം എന്ന് പറയുന്നത് നമ്മ പർച്ചേസിംഗ് ഓർഡർ അവർക്ക് സബ്മിറ്റ് ചെയ്യലാണ് അല്ലെ, സെല്ലേഴ്സിന് ബയേഴ്സ് സബ്മിറ്റ് ചെയ്യലാണ്. അതിലെന്തൊക്കെയാണ് നമ്മ പറയുന്നത്, നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എലമെന്റ്സുകളും ഘടകങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആണോ? എന്തൊച്ചി, ബോറടിച്ചു തുടങ്ങിയ ക്ലാസ്? ഓക്കെ, നെക്സ്റ്റ് പർച്ചേസ് ഓർഡർ അല്ലെ. പർച്ചേസ് ഓർഡറിന്റെ ഒരു എക്സാമ്പിൾ തന്നേക്കുന്നതാണ്. നമുക്ക് കുറെ നേരമല്ലേ, കഴിഞ്ഞ ദിവസം മുതൽ പർച്ചേസിംഗ് ഓർഡർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ പർച്ചേസിംഗ് ഓർഡർ? കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ നോക്കിയേ, ഒരു എക്സാമ്പിൾ തന്നിരിക്കുകയാണ് നിങ്ങൾക്ക്. പർച്ചേസിംഗ് ഓർഡർ എന്താണ്, എങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നറിയാം അല്ലെ. അപ്പൊ നോക്കിയേ, ഇത് പർച്ചേസിംഗ് ഓർഡർ നമ്മൾ പറഞ്ഞില്ലേ, യുണീക്ക് നമ്പർ എന്നൊക്കെ പറഞ്ഞില്ലേ, യുണീക്ക് നമ്പർ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഓരോ പർച്ചേസ് ഓർഡറിന്റെ ഒരു നമ്പർ ആണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് അല്ലെ. ഏത് ഇയർ ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് എന്നാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെ, ആ ഒരു ഡേറ്റ് 20th April 2022. നെക്സ്റ്റ് 2 ആർക്കാണ് കൊടുക്കുന്നത് അല്ലെ, അവരുടെ അഡ്രസ് ആണ്, സെല്ലേഴ്സിന്റെ അഡ്രസ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. ടു പർച്ചേസ് മാനേജർ മെട്രോണിക് മെഡിക്കൽ സപ്ലയേഴ്സ് അല്ലെ. ആരാണ്? മെഡിക്കൽ സപ്ലയേഴ്സ് ആണ് അല്ലെ. ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വിതരണം ചെയ്യുന്നവരാണ് അല്ലെ. അവര് 3rd floor ഒയാസിസ് ബിൽഡിംഗ് കൊച്ചി. അവര് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മ അവർക്ക് പർച്ചേസ് ഓർഡർ കൊടുക്കുന്നത്? പർച്ചേസ് ഓർഡർ ഫോർ ദ സപ്ലൈ ഓഫ് മെഡിക്കൽ ഡിസ്പോസിബിൾസ് അല്ലെ. മെഡിക്കൽ ഡിസ്പോസിബിൾസ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മ അവർക്ക് പർച്ചേസിംഗ് ഓർഡർ കൊടുക്കുന്നത്. സബ്ജക്റ്റ് ഓക്കെ ആണോ? നെക്സ്റ്റ് റെഫറൻസ് നമ്പർ. റെഫറൻസ് എന്ന് പറഞ്ഞാല് നമ്മ മുൻപ് അവരുമായിട്ട് എന്തെങ്കിലും ഇടപാട് നടത്തിയിട്ടുണ്ടായിരിക്കുമല്ലോ, പർച്ചേസ് നടത്തിയിട്ടുണ്ടായിരിക്കുമല്ലോ പ്രീവിയസ് ആയിട്ട്. അപ്പൊ അതാണ് നെക്സ്റ്റ് വരുന്നത്. യുവർ പെർഫോമ ഇൻവോയ്സ് നമ്പർ AAMS 2022 dated 1/4/2022.
ഓക്കെയാണോ? നെക്സ്റ്റ് dear sir, നമ്മൾ പറയാണ് അവരോട് dear sir, this is with the reference to the series of discussion you had with you on the above subject. അല്ലെ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പർച്ചേസ് ഓർഡർ സമർപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ അവരുമായിട്ട് ഒരു ഡിസ്കഷൻ നടത്താറില്ലേ, നെഗോസിയേഷൻ നടത്താറുണ്ട് അല്ലെ? നെഗോസിയേഷൻ നടത്താറുണ്ട് അല്ലെ? അപ്പൊ എന്താണ് മേൽപ്പറഞ്ഞ വിഷയത്തിൽ, അതായത് നമ്മളിവിടെ ഒരു സബ്ജക്ട് കൊടുത്തിട്ടുണ്ടല്ലോ, എന്താണ് നമ്മൾ അവരിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അല്ലെ? അപ്പൊ മേൽപ്പറഞ്ഞ വിഷയത്തില് നിങ്ങളുമായി നടത്തിയ ചർച്ചകളെ തുടർന്ന് അല്ലെ, ഡിസ്കഷനെ പരാമർശിച്ചുകൊണ്ടാണ് ഈ ഒരു പർച്ചേസ് ഓർഡർ സമർപ്പിക്കുന്നത്. Subsequent to the discussion, your pro forma invoice referred above has been evaluated by our panel of experts and have finally decided to enter into a mutually acceptable agreement for the supply of under-mentioned products on the following terms and conditions of the same. എന്താണ് ചർച്ചകളെ തുടർന്ന് അല്ലെ, ഒരു ഡിസ്കഷനെ തുടർന്ന് എന്താണ് മുകളിൽ സൂചിപ്പിച്ച നിങ്ങളുടെ പെർഫോമൻസ് അല്ലെ, നമ്മുടെ ഒരു റെഫറൻസ് എന്ന് പറഞ്ഞ കൊടുത്തിട്ടില്ലേ, ഇതിനു മുമ്പ് നടത്തിയ ഇടപാട് അല്ലെ, ഇതിനു മുമ്പ് ആ ഒരു സപ്ലയേഴ്സുമായിട്ട് നടത്തിയ ഇടപാട് അല്ലെ, ആ ഒരു ഇൻവോയ്സ് ഞങ്ങളുടെ വിദഗ്ധ സമിതിയുമായി വിലയിരുത്തി താഴെ പറയുന്ന നിബന്ധനകൾക്കും അല്ലെ, ടേംസ് ആൻഡ് കണ്ടീഷൻ നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും വിധേയമായിട്ട് താഴെ പറയുന്ന ഉൽപ്പന്നങ്ങൾ വിതരണത്തിനായി പരസ്പരം സ്വീകാര്യമായ ഒരു കരാറിൽ ഏർപ്പെടാൻ തീരുമാനിച്ചിരിക്കുന്നു. ക്ലിയർ ആയോ? ഈ ഡിസ്കഷനെ തുടർന്ന് അല്ലെ, അവര് നടത്തിയ ആ ഒരു ചർച്ചയെ തുടർന്ന് എന്താണ് മുകളിൽ സമർപ്പിച്ച ആ ഒരു ഓർഡറുമായി ബന്ധപ്പെട്ട് അല്ലെ, ആ ഒരു ഗുഡ്സുമായി ബന്ധപ്പെട്ട് മുകളിൽ പറഞ്ഞ ആ ഒരു റെഫറൻസ്, ആ ഒരു ഇൻവോയ്സുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ വിദഗ്ധ സമിതി വിലയിരുത്തിയതിനു ശേഷം താഴെ പറയുന്ന അല്ലെ, ഈ ഒരു ഇതിൽ കുറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ പർച്ചേസ് ഓർഡറിൽ. ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് വിധേയമായിട്ട് ഈ താഴെ പറയുന്ന, ഇപ്പൊ ഇവിടെ കണ്ടോ കുറെ സാധനങ്ങൾ കൊടുത്തിരിക്കുന്നത് ഉണ്ടോ, BP apparatus, സ്റ്റെതസ്കോപ്പ്, തെർമോമീറ്റർ അല്ലെ. അപ്പൊ താഴെ പറയുന്ന ഉൽപ്പന്നങ്ങളുടെ വിതരണത്തിനായി പരസ്പരം സ്വീകാര്യമായ ഒരു കരാറിൽ ഏർപ്പെടാൻ തീരുമാനിച്ചിരിക്കുന്നു. ഓക്കെയാണോ? Hence, next പറയുന്നത് hence we are blessed to place our purchase order in your favor അല്ലെ. അതിനാൽ ഞങ്ങളുടെ പർച്ചേസ് ഓർഡർ നിങ്ങൾക്ക് അനുകൂലമായി തരുന്നതിൽ സന്തോഷമുണ്ട്. Hence we are blessed to place our purchase order in your favor അല്ലെ. ഞങ്ങളുടെ പർച്ചേസ് ഓർഡർ നിങ്ങൾക്ക് അനുകൂലമായി തരുന്നതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ട്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഷെഡ്യൂൾ ഓഫ് ഐറ്റംസ് അല്ലെ. എന്തൊക്കെ സാധനങ്ങളാണ്? BP apparatus ഉണ്ട്, അതിന്റെ സ്പെസിഫിക്കേഷൻ, സയന്റിഫിക്, നമ്മൾ മോഡൽ നമ്പർ എന്നൊക്കെ പറഞ്ഞില്ലേ, പർച്ചേസ് ഓർഡർ എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന, അപ്പൊ അതിന്റെ ഒരു മോഡൽ നമ്പർ, സ്പെസിഫിക് നമ്പർ ആണ്. സ്പെസിഫിക് ടു ATP, റേറ്റ് ഒരെണ്ണത്തിന് 4000 ആണ് വരുന്നത്. ടോട്ടൽ ക്വാണ്ടിറ്റി 100 എണ്ണം വേണം. അപ്പൊ എമൗണ്ട്. നെക്സ്റ്റ് സ്റ്റെതസ്കോപ്പ്, ഇലക്ട്രോ 421 GB, റേറ്റ് 2000 ആണ്, അവർക്ക് 200 ക്വാണ്ടിറ്റി വേണം. അത് കഴിഞ്ഞിട്ട് ടോട്ടൽ അല്ലെ. നെക്സ്റ്റ് തെർമോമീറ്റർ സയന്റിഫിക് 320, പിന്നെന്താണ് അത് റേറ്റ് 150 ആണ്, ക്വാണ്ടിറ്റി എത്ര എണ്ണം വേണം? 1000 വേണം. എന്നിട്ട് നെക്സ്റ്റ് എന്താണ്, ടോട്ടൽ ഗ്രോസ് എമൗണ്ട് വേണം അല്ലെ. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ എത്രയാണ് അല്ലെ? 9,50,000 ആണ് അല്ലെ. നെക്സ്റ്റ് എന്താണ്, നമുക്കൊരു എമൗണ്ട് അവർ ഡിസ്കൗണ്ട് ചെയ്ത് തരുമല്ലോ സപ്ലയേഴ്സ്. അങ്ങനെ 50,000 അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കൗണ്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് ടോട്ടൽ എമൗണ്ട് വരുന്നത് 9 lakhs കണ്ടോ. അപ്പൊ അത് ഉൾപ്പെടുത്താം. ഓക്കെ അല്ലേ? എത്രയും നെക്സ്റ്റ്
നെക്സ്റ്റ് നമ്മ പറഞ്ഞു അല്ലെ, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ആ ഒരു ഡിസ്ക്രിപ്ഷനില് അല്ലേ, ആ ഒരു ഡിസ്ക്രിപ്ഷനില് നമ്മ പറഞ്ഞു അല്ലെ, ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസൃതമായിട്ടാണ്. അപ്പൊ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണെന്ന് നോക്കിയേ. അപ്ലിക്കബിൾ ടാക്സസ് പ്രിവെയിലിംഗ് അറ്റ് ദ ടൈം ഓഫ് ഡെലിവറി ആൻഡ് ബില്ലിംഗ് ക്യാൻ ബി ലെവീഡ്. എന്താണ്? ഡെലിവറി സമയത്തും ബില്ലിംഗ് സമയത്തും നിലവിലുള്ള ബാധകമായ നികുതികൾ ഈടാക്കുന്നതാണ് അല്ലെ, ഈടാക്കാവുന്നതാണ്. നമുക്ക് എന്താണ് ടാക്സുകൾ വരാറുണ്ട് അല്ലെ, GST പോലെയുള്ള ടാക്സുകളൊക്കെ ഇല്ലേ ഇപ്പൊ അല്ലേ? അപ്പൊ എന്താണ് അങ്ങനെയുള്ള ടാക്സ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ടാക്സുകൾ ഡെലിവറി സമയത്തും അതല്ലെങ്കിൽ ബില്ലിംഗ് സമയത്തും എന്താണ് ഈടാക്കാവുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് the rate contract is applicable for a period of 1 year from the date of purchasing order അല്ലെ. അപ്പൊ നമ്മൾ ചിലപ്പോ അവരായിട്ട് ഒരു നിരക്ക് കരാറില് ഒരു കോൺട്രാക്റ്റില് ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോ 1 വർഷത്തേക്ക് അത് കണ്ടിന്യൂ ചെയ്യാമല്ലോ ഇല്ലേ? അപ്പൊ എന്താണ് ആ ഒരു നിരക്ക് കരാറുകള് നമുക്ക് എന്താണ് 1 വർഷത്തേക്ക് ബാധകമാണ്. നമുക്ക് ആ 1 വർഷത്തേക്ക് എന്ത് തരണം? ആ ഒരു എമൗണ്ടിൽ തന്നെയായിരിക്കണം ആ ഒരു സർവീസോ അല്ലെങ്കിൽ ആ ഒരു ഗുഡ്സോ തരേണ്ടത്. ക്ലിയർ ആയോ? പർച്ചേസിംഗ് ഓർഡർ തീയതി മുതൽ അല്ലെ, നമ്മൾ എന്നാണോ പർച്ചേസിംഗ് ഓർഡർ സബ്മിറ്റ് ചെയ്യുന്നത് ആ ഒരു തീയതി മുതൽ 1 വർഷത്തേക്ക് ബാധകമാണ്. ക്ലിയർ ആണോ? Next, no change in rate or alteration in quality will be allowed under any circumstances അല്ലെ. ഒരു കാരണവശാലും എന്താണ് നിരക്കിലോ ഗുണനിലവാരത്തിലോ മാറ്റം വരുത്താൻ അനുവദിക്കുന്നതല്ല അല്ലെ. അല്ലെ, ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇതിൽ പറഞ്ഞ പോലെ എന്താണ് റേറ്റ് 4000 പറഞ്ഞിട്ട് പർച്ചേസ് ഓർഡർ ഒക്കെ നൽകിയതിനു ശേഷം അതൊരു 5000 ആക്കാൻ പാടുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ് ഒരു കാരണവശാലും അതിന്റെ പ്രൈസിലോ അതല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റിയിലോ മാറ്റം വരുത്താൻ അനുവദിക്കുന്നതല്ല. നെക്സ്റ്റ്, ഡെലിവറി സബ്ജക്ട് ടു അവർ റിക്വയർമെന്റ് വിച്ച് വിൽ ബി ഇന്റിമേറ്റഡ് ടു യു എവറി മന്ത് അല്ലെ. എന്താണ് ഡെലിവറി ഞങ്ങളുടെ ആവശ്യകതകൾക്ക് അനുയോജ്യമായിട്ട് എല്ലാ മാസവും അറിയിക്കും അല്ലെ. ഇപ്പൊ നമ്മ പറഞ്ഞല്ലോ പ്ലാനഡ് പർച്ചേസിംഗ്, അതിന്റെ കണ്ടീഷൻസ് ഇതിൽ വരുന്നില്ലേ അല്ലേ? അപ്പൊ എന്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അല്ലെ, ഡെലിവറി ഞങ്ങളുടെ ആവശ്യകതകൾക്ക് അനുയോജ്യമായിട്ട് എല്ലാ മാസവും അറിയിക്കുന്നതാണ് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് payment within 30 days from the date of delivery and raising of invoice അല്ലെ. എന്താണ് നമ്മ ഇൻവോയ്സ് ഉയർത്തി, അതായത് ഇൻവോയ്സ് റൈസ് ചെയ്ത് അവർക്ക് കൊടുത്തതിന് ശേഷം 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യുന്നെന്ന് പേയ്മെന്റ് നടത്തും അല്ലെ. ഇൻവോയ്സ് ഉയർത്തി ഡെലിവറി ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യും? പേയ്മെന്റ് നടത്തുന്നതാണ്. നെക്സ്റ്റ് നമ്മ പറഞ്ഞല്ലോ നമുക്കൊരു സാധനം കിട്ടി, നമ്മ ടേംസ് ആൻഡ് കണ്ടീഷൻ പറഞ്ഞപ്പോ പറഞ്ഞില്ലേ, ഫിനാൻഷ്യൽ ടേംസ് പറഞ്ഞപ്പോ പറഞ്ഞില്ലേ, നമുക്കൊരു സാധനം നമ്മ വാങ്ങി 30 ദിവസത്തിനുള്ളിൽ പൈസ കൊടുക്കുന്നുള്ളത് അല്ലേ. അപ്പൊ എന്താണ് ഇൻവോയ്സ് ഉയർത്തി നമുക്ക് ഡെലിവറി ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? പേയ്മെന്റ് നടത്തുന്നതായിരിക്കും. നെക്സ്റ്റ്, ഇൻവോയ്സ് ഷുഡ് ബി ട്രിപ്ലിക്കേറ്റ് ഇൻ അവർ നെയിം അല്ലെ. നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഇൻവോയ്സ് തന്നാ മതിയോ? അവരെ പേരില 3 ഇൻവോയ്സ് എങ്കിലും എടുത്തിട്ടുണ്ടായിരിക്കണം അല്ലെ, കോപ്പി ഉണ്ടായിരിക്കണം അല്ലെ. സെല്ലേഴ്സിന്റെ അടുത്തും ബയേഴ്സിന്റെ അടുത്തും ഒക്കെ ഇൻവോയ്സ് വേണ്ടേ? അവർക്ക് പ്രൂഫ് വേണല്ലേ, 2 കുട്ടികൾക്കൊക്കെ പ്രൂഫ് വേണ്ടേ?
അപ്പൊ അതിനു വേണ്ടിയിട്ട് അവരുടെ പേരിൽ അല്ലെ ബയേഴ്സിന്റെ പേരിൽ 3 ഇൻവോയ്സുകൾ നിർമ്മിച്ചിട്ടുണ്ടായിരിക്കണം, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് ടു ബി അറ്റാച്ച്ഡ് അലോങ് വിത്ത് ദ ഡെലിവറി. ഡെലിവറി ചെയ്യുന്ന സമയത്ത് എന്താണ് ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് അതുമായി ഡെലിവറിയുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. പാക്കിംഗ് ലിസ്റ്റ് ഷുഡ് ബി ടു ബി അറ്റാച്ച്ഡ് ഇൻ ഡീറ്റെയിൽസ് അല്ലെ. പാക്കിംഗ് ലിസ്റ്റും വിശദമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇപ്പൊ നമുക്ക് ചില സമയത്ത് പല കാർട്ടൺ ബോക്സുകളെല്ലാം പാക്ക് ആയിട്ടായിരിക്കും അല്ലെ പാക്ക് ചെയ്ത് തരുന്നത്, ആണോ? കണ്ടിട്ടുണ്ടോ? അപ്പൊ ഓരോ കാർട്ടൺ ബോക്സിലും ഇത്ര ക്വാണ്ടിറ്റിയിൽ ഉണ്ടായിരിക്കും എന്നൊക്കെ അവര് എഴുതിയിട്ടുണ്ടാവും. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവര് അങ്ങനെയുള്ള ഒരു പാക്കിംഗ് ലിസ്റ്റ് കൊടുക്കാറുണ്ട്. ഇപ്പൊ ഒരു പാക്കിംഗ് ലിസ്റ്റ് ഒരു കാർട്ടൺ ബോക്സിൽ 25 ആണെങ്കിൽ 1x25, അപ്പൊ അതില് 25 അല്ലെ. അപ്പൊ എത്ര കാർട്ടൺ ബോക്സ് ഉണ്ടോ അത്രയും അങ്ങനെ ഒരു ലിസ്റ്റ് കൊടുക്കാറുണ്ട്, പാക്കിംഗ് ലിസ്റ്റ്. അപ്പൊ അങ്ങനെയുള്ള പാക്കിംഗ് ലിസ്റ്റ് അപ്പൊ അതെന്താണ് ബയേഴ്സിന് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം അല്ലെ. കാൽക്കുലേഷൻ ഒക്കെ നടത്താലോ, ട്രാക്ക് ചെയ്യാൻ പറ്റൂലേ എത്ര ക്വാണ്ടിറ്റി വന്നിട്ടുണ്ട് അല്ലെ. അവർക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്യാനൊക്കെ സാധിക്കില്ലേ? പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കില്ലേ? ഐറ്റം മിസ് ആണെങ്കിൽ അല്ലെ പെട്ടെന്ന് അവർക്ക് ചെക്ക് ചെയ്യാനും ഏതിലാണ് കുറവ് വന്നിരിക്കുന്നത് എന്നൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ പാക്കിംഗ് ലിസ്റ്റ് ടു ബി അറ്റാച്ച്ഡ് ഇൻ ഡീറ്റെയിൽസ്. പാക്കിംഗ് ലിസ്റ്റ് എന്താണ് വിശദമായിട്ട് അതുമായി അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഡേറ്റ് വിത്തിൻ 7 days ഫ്രം ദ ഡേറ്റ് ഓഫ് ഇന്റന്റേഷൻ അല്ലെ. നമ്മ ആ ഒരു പർച്ചേസിംഗ് ഓർഡർ റിക്വസ്റ്റ് കൊടുത്ത് ഇന്റന്റേഷൻ നല്ല റിക്വസ്റ്റ് കൊടുത്ത് അഭ്യർത്ഥന കൊടുത്ത് 7 ദിവസത്തിനുള്ളിൽ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് ഈ ഒരു പർച്ചേസിംഗിന്റെ കണ്ടീഷൻ ആണ് കേട്ടോ. എല്ലാ പർച്ചേസിംഗ് ഓർഡറിലും ഇങ്ങനെ തന്നെ വേണമെന്നില്ല കേട്ടോ. ഈ ഒരു പർച്ചേസിംഗ് ഓർഡറിലുള്ള ഒരു കണ്ടീഷൻ ആണ്. അവര് ആ ഒരു പർച്ചേസ് ഓർഡർ റിക്വസിഷൻ കൊടുത്ത് 7 ദിവസത്തിനുള്ളിൽ അവർക്ക് ഡെലിവറി നടത്തിയിട്ടുണ്ടായിരിക്കണം. ഗുഡ് ഷുഡ് ബി ഇൻഷുർഡ് ആൻഡ് ഡെലിവേർഡ് അറ്റ് ആൻ എക്സ്ട്രാ കോസ്റ്റ് അല്ലെ. എന്താണ് ഇവർക്ക് കൊടുക്കുന്ന കോസ്റ്റിന് എക്സ്ട്രാ ആയിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ഗുഡ്സുകൾ ഇൻഷുർ ചെയ്യുകയും ഡെലിവറി ചെയ്യുകയും ചെയ്യണം. നെക്സ്റ്റ് ഫോഴ്സ് മേജർ ക്ലോസ് വിൽ ബി അപ്ലിക്കബിൾ. മേജർ എന്നല്ല കേട്ടോ, മജൂർ എന്നാണ് കേട്ടോ. MAJEURE കറക്റ്റ് ചെയ്തോ? ഫോഴ്സ് മജൂർ ക്ലോസ് വിൽ ബി അപ്ലിക്കബിൾ എന്ന് വെച്ചാല് ഇപ്പൊ നമ്മ ബയേഴ്സുമായിട്ട് ഒരു എഗ്രിമെന്റ് ഒരു ടേംസിൽ എത്തിയല്ലോ, അതുമായിട്ട് നമ്മ അവരുടെ പർച്ചേസ് ഓർഡർ ഒക്കെ കൊടുത്തു അല്ലെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചില സിറ്റുവേഷനിൽ അതായത് അവര് സ്വന്തം അവരുടെ ഇതുകൊണ്ടായിരിക്കില്ല, അപാകത കൊണ്ടായിരിക്കും, മിസ്റ്റേക്ക് കൊണ്ടായിരിക്കില്ല, അല്ലാണ്ട് അവർക്ക് ചില കാരണം കൊണ്ട് നമുക്ക് ആ ഒരു സബ്മിഷൻ നടത്താതെ വരുമല്ലോ പറഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് ഡെലിവറി ചെയ്യാൻ സാധിക്കാതെ വരുമല്ലോ. ഇപ്പൊ എന്താണ് ഫ്ലഡ് വരാം, അല്ലെങ്കിൽ ഡിസാസ്റ്റർ വരാം, അല്ലെങ്കിൽ എന്താണ് നമുക്ക് കൊറോണ ഒക്കെ വന്നപ്പോഴും ഒരുപാട് കമ്പനീസ് ഒക്കെ ക്ലോസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അല്ലെ, പൂട്ടിയിടേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അത് അവരുടെ കുഴപ്പമാണോ? അല്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? ആ ഒരു ബയ്യർ എന്ത് ചെയ്യും? അവരുടെ പേരിൽ നിയമപരമായി നീങ്ങാനുള്ള സാധ്യതയില്ലേ? നമുക്ക് കറക്റ്റ് സമയത്ത് അവര് ഡെലിവറി ചെയ്യാതാവുമ്പോഴേ ഇല്ലേ? അപ്പൊ അങ്ങനെ നിയമപരമായി മൂവ് ചെയ്യാതിരിക്കാനുള്ള ഇതാണ് ഫോഴ്സ് മെജൂർ ക്ലോസ് എന്ന് പറയുന്നത്. അതെന്തായിരിക്കും? അപ്ലിക്കബിൾ ആയിരിക്കും അല്ലെ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മ ആ ഒരു ഇതെന്താണ് പർച്ചേസ് ഓർഡറിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരിക്കണം, ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷനിൽ നമ്മ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് ക്ലിയർ ആയത്? ഓക്കെ അല്ലേ? നമ്മുടെ സ്വന്തം ആ ഒരു സെല്ലേഴ്സിന്റെ അല്ലെങ്കിൽ ആ ഒരു സപ്ലയേഴ്സിന്റെ മിസ്റ്റേക്ക് കൊണ്ടല്ലാതെ അവർക്ക് ആ ഒരു പറഞ്ഞ സമയത്ത് ആ സാധനം ഡെലിവറി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യും? ബയേഴ്സ് നിയമപരമായി മൂവ് ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫോഴ്സ് മജൂർ ക്ലോസ് എന്ന് പറയുന്നത്. ഒരു അതെന്ത് ചെയ്യണം? ഈ പർച്ചേസ് ഓർഡറിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആണോ അത്രയും?
എന്ത് പറ്റി ഈ സമയമാവുമ്പോഴേക്കും എല്ലാവരും കൊഴിഞ്ഞു പോയല്ലോ. ഓക്കെ, അപ്പൊ മിസ് ഇന്ന് ഇത്രേ എടുക്കുന്നുള്ളൂ. മിസ് അത് കംപ്ലീറ്റ് ചെയ്യാന്നാ വിചാരിച്ചേ, പക്ഷെ എല്ലാവരും പോയി. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി എടുക്കാം കേട്ടോ. പിന്നെ മിസ് ഇത്രേ എടുക്കും.